കണ്ണൂരിൽ അമ്മയും മകളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊറ്റാളിക്കാവിന് സമീപത്തെ സുവിശം വീട്ടിൽ സുനന്ദ വി ഷേണായി, മകൾ ദീപ ഷേണായി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രണ്ടുപേരുടെയും മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ട്. ദീപയുടെ മൃതദേഹം വീട്ടിലെ ഡൈനിങ് ഹാളിലും സുനന്ദയുടെ മൃതദേഹം അടുക്കള ഭാഗത്തുമാണ് കാണപ്പെട്ടത്. തിരഞ്ഞെടുപ്പ് ദിവസം ഇരുവരും വോട്ട് ചെയ്യാനെത്തിയതായി അയൽവാസികൾ പറഞ്ഞു. ഇന്ന് കാലത്ത് സമീപത്തെ വീട്ടുകാർ ആളനക്കം കാണാത്തതിനെ തുടർന്ന് എത്തിയപ്പോൾ ദുർഗന്ധം അനുഭവപ്പെടുകയും പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. സംഭവം അറിഞ്ഞ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ, ACP CP ടോം, സ്പെഷ്യൽ ബ്രാഞ്ച് ACP VV മനോജ്, ടൗൺ CI KC സുഭാഷ് ബാബു എന്നിവർ സ്ഥലത്തെത്തി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തുടർച്ചയായി പത്രം കണ്ടതാണ്. ഇപ്പോൾ പത്രം ഇടാൻ വന്ന ആളാണ് ഈ സംഭവം ഇങ്ങനെ കാണുന്നത്. എന്തുകൊണ്ടാണ് 3 ദിവസത്തെ പത്രം കൊണ്ട് പുറത്ത്. അപ്പോൾ വാതിൽ ചെറുങ്ങനെ തുറന്നിട്ട് കാണുന്നുണ്ട്. ഇത് തൊട്ടടുത്ത് പറഞ്ഞു. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്നും അതിൽ പരിസരത്തുനിന്നും ആളിങ്ങോട്ട് വന്ന് ഉള്ളിൽ കയറാത്തതെന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും അവർ വന്നിട്ട് കയറിയുമ്പോൾ ഒരു പ്രയാസമുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം തൊട്ടതാലിന്ന് അവർ വോട്ട് ചെയ്യാൻ വന്നിരുന്നു. വോട്ട് ചെയ്യാൻ വന്നപ്പോൾ നമ്മൾ കണ്ടു. ഞാൻ യോഗ്യം പറഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ളത്. വേറെ ഒരു മറ്റ് രീതിയിലുള്ളത് അമ്മയും മകളുമാണ്. വളരെ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നത്. അവരെ ഒരു രീതിയിൽ മാത്രമാണ്. ഇപ്പോൾ പരിസരത്തുള്ള ആളുകളും മറ്റുമായിട്ട് അങ്ങനെ ഒരു അഭേദ്യമായ ബന്ധമില്ല. അവരെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത്യാവശ്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് കാര്യമില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. നമ്മളിപ്പം കാണുമ്പോൾ അമ്മ അപ്പുറത്തെ മുറിയിൽ ചുരുണ്ട് കിടക്കുന്നു, മകള് മലന്ന് കിടക്കുന്നു. വല്ലാതെ ശരീരം വീർത്തിട്ടാന്നുള്ളത് ഒരു നീലിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ്. അകത്തെല്ലാം ആകെ വെള്ളം തളക്കെട്ടി നിൽക്കുന്നത്. ഇതായിരിക്കും ഒരു നീലിച്ച വെള്ളം ഇതാണ്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസ് നായി വന്നു, ഫോറക്സിൻ്റെ ആളും വന്നു, എല്ലാം പരിശോധിച്ചിട്ടുണ്ട്. കാര്യമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംശയിക്കത്തക്ക നമ്മളെ ഒരവസ്ഥ നമ്മളെ മുമ്പിലില്ല. പക്ഷെ വേറെ പറയാൻ കഴിയില്ല. നമുക്ക് ഇപ്പോൾ നമ്മളിൽ നിന്ന് അതീതം എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ വളരെ ഗൗരവത്തിൽ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ പറയുന്നതാണ് നമ്മളെ മുമ്പിലുള്ള ഒരവസ്ഥ. കാരണം നമ്മളൊരു അതിശയപ്പെട്ടു പോയി. ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മളൊന്നും ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാവും.